Good morning. Lexical analysis in the continuation class ആണ്. Last tokens, patterns, lexemes ഇതിനൊക്കെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ടോക്കൺ എന്ന് പറഞ്ഞാൽ a pair consisting of token name അതുപോലെ തന്നെ attribute value ആണ്. ടോക്കൺ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്സ്ട്രാക്ട് സിമ്പിൾ ആണ്. അത് ലെക്സിക്കൽ യൂണിറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്ന പോലെ ക്യാരക്ടേഴ്സിൻ്റെ കളക്ഷൻസ് ആണ് ടോക്കൺസ് ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ ടോക്കണിൻ്റെ അകത്ത് ഒന്നുകിൽ കീവേഡ്സോ അല്ലെങ്കിൽ സീക്വൻസ് ഓഫ് ഇൻപുട്ട് ക്യാരക്ടേഴ്സ് ഐഡൻറ്റിഫയേഴ്സിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പം നമ്മൾ ഐഡൻറ്റിഫയേഴ്സ് ഒക്കെ ആണെങ്കിൽ സിമ്പിൾ ടേബിളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കും. ദെൻ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ ടോക്കൺസിൻ്റെ നെയിംസ് ബോൾഡ് ഫേസിലായിരിക്കും മിക്കവാറും എഴുതിയിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ടോക്കൺ നെയിം വെച്ചിട്ടായിരിക്കും അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഒരു ടോക്കണെ നമ്മൾ ടോക്കൺ നെയിം വെച്ചിട്ടായിരിക്കും ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. Then pattern എന്ന് പറഞ്ഞാൽ is a description of the form that the lexeme of a token may take. അതായത് നമ്മൾ ഒരു ടോക്കണിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ പോലെ ആയിരിക്കും പാറ്റേൺ ഉണ്ടാവുക. ഇൻ ദിസ് കേസ് ഓഫ് കീവേഡ് as a token, the pattern is just the sequence of characters that form the keyword. ഇപ്പോൾ ഒരു കീവേഡാണ് നമ്മളിപ്പോൾ ടോക്കണായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ പാറ്റേൺ എന്ന് പറയുന്നത് ആ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. കീവേഡ് ഫോം ചെയ്യുന്ന ആ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സിനെയാണ് പാറ്റേൺ എന്ന് പറയുന്നത്. ഫോർ ഐഡൻറ്റിഫയേഴ്സ് ആൻഡ് സം അതർ ടോക്കൺസ് ദ പാറ്റേൺ ഇസ് മോർ കോംപ്ലക്സ് സ്ട്രക്ചർ ദാറ്റ് ഈസ് മാച്ച്ഡ് ബൈ മെനി സ്ട്രിങ്സ്. അപ്പം നമ്മൾ ഐഡൻറ്റിഫയർ ഒക്കെയാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഐഡൻറ്റിഫയർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കുന്നതായിരിക്കും ഐഡൻറ്റിഫയർ. അപ്പോൾ ഐഡൻറ്റിഫയറിനെ നമ്മൾക്ക് മാച്ച് ചെയ്യേണ്ട സമയത്ത് ഒരു സെറ്റ് ഓഫ് സ്ട്രിങ് വാല്യൂസും ആയിട്ട് നമുക്ക് മാച്ച് ചെയ്ത് നോക്കേണ്ടി വരും. കീവേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിമിറ്റഡ് വേർഡ്സ് ആയിരിക്കും. അപ്പോൾ കീവേഡ്സിൻ്റെ ക്യാരക്ടേഴ്സ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇപ്പോൾ ഒരു സി എടുത്തു കഴിഞ്ഞാൽ സി പ്രോഗ്രാമിങ്ങിൽ ഇത്ര കീവേഡ്സ് ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷേങ്കിൽ നമ്മൾ ഐഡൻറ്റിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ ലാംഗ്വേജിലുള്ള എന്ത് വേർഡ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഐഡൻറ്റിഫയർ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ എ ടു സെഡ് വരെയുള്ള ലെറ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് എന്ത് കോമ്പിനേഷൻ വേണമെങ്കിലും ഐഡൻറ്റിഫയർ ആയിട്ട് എടുക്കാം. അപ്പോൾ എത്രയും സ്ട്രിങ്സുമായിട്ട് കമ്പയർ ചെയ്താൽ മാത്രമേ ഐഡൻറ്റിഫയേഴ്സിനെ മാച്ച് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷേ കീവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ക്യാരക്ടർ സ്ട്രീം ഏതാണെന്ന്. അപ്പോൾ അതാണ് പാറ്റേൺ എന്ന് പറയുന്നത്. ദെൻ lexeme എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ is a sequence of characters in the source program that matches the pattern for a token and is identified by the lexical analyzer as a instance of that token. ഇപ്പോൾ ലെക്സീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ്, സോഴ്സ് പ്രോഗ്രാമിലുള്ള സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. ഇപ്പോൾ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാറ്റേൺ ആവും. ആ പാറ്റേൺ നമ്മൾ ടോക്കണുമായിട്ട് മാച്ച് ചെയ്യുന്നതാണ്. അതായത് നമ്മൾക്കൊരു പാറ്റേൺ കിട്ടിക്കഴിഞ്ഞാൽ ആ പാറ്റേൺ ടോക്കൺ ആണോ എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ടോക്കൺ ആണെങ്കിൽ ലെക്സിക്കൽ അനലൈസറിന് അത് ടോക്കൺ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ടോക്കൺ ആണ് ലെക്സീം എന്ന് പറയുന്നത്. ലെക്സിക്കൽ അനലൈസർ ഒരു ടോക്കൺ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ലെക്സീം ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഒരു ക്യാരക്ടർ സീക്വൻസ് തന്നെയാണ് ലെക്സീം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു പാറ്റേൺ ആയിരിക്കും. ആ പാറ്റേൺ ഒരു ടോക്കൺ ആയിരിക്കും. ആ ടോക്കൺ ലെക്സിക്കൽ അനലൈസർ അനലൈസ് ചെയ്തിട്ടുണ്ടാകും, മീൻസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടാവും. ഒരു ടോക്കൺ ഇൻസ്റ്റൻസ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അതൊരു ലെക്സീം ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഇത് നോക്കാം. ഇപ്പോൾ ഇവിടെ നോക്കുക, ഫിഗർ 3.2 gives some typical token, their informally described patterns and some sample lexemes. ഇതാണ്. അപ്പോൾ നമ്മൾ ടോക്കൺ നോക്കുക. ടോക്കൺ മിക്കവാറും ക്യാപിറ്റലൈസ് ആയിട്ടാണ് എഴുതിയിട്ടുണ്ടാവുക നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ക്യാപിറ്റലൈസ് ചെയ്തിരിക്കുന്ന ടോക്കൺസ് ആണ്. ടോക്കൺസിനെ ക്യാരക്ടർ സ്ട്രീമായിട്ട് റീഡ് ചെയ്യുന്ന സമയത്ത് നോക്കുക, ഫസ്റ്റ് ഐ റീഡ് ചെയ്തു, എഫ് റീഡ് ചെയ്തു, ക്യാരക്ടർ ഐ റീഡ് ചെയ്തു, എഫ് റീഡ് ചെയ്തു. അപ്പോൾ ഐയും എഫും കൂടി കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ഇഫ് ആണെന്ന് മനസ്സിലായി. ഇഫ് ഒരു ടോക്കൺ ആണെന്ന് ലെക്സിക്കൽ അനലൈസറിന് മനസ്സിലാവും. അപ്പോൾ എന്ത് ചെയ്യും, കറസ്പോണ്ടിങ് ആയിട്ട് ലെക്സീം ഇഫ് ജനറേറ്റ് ചെയ്യും. അതുപോലെ തന്നെ എൽസ് നോക്കുക. എൽസിന് ഇ എൽ എസ് ഇ എന്നുള്ള ക്യാരക്ടേഴ്സ് ആണ് റീഡ് ചെയ്യുന്നത്. അപ്പോൾ അത് റീഡ് ചെയ്ത് മാച്ച് ചെയ്യുന്ന സമയത്ത് ടോക്കൺസിൻ്റെ ലിസ്റ്റുമായിട്ട് മാച്ച് ചെയ്ത് നോക്കും. അപ്പോൾ കീവേഡ് ലിസ്റ്റുമായിട്ട് മാച്ച് ചെയ്ത് നോക്കും. അപ്പോൾ കീവേഡ് ലിസ്റ്റിൻ്റെ അകത്ത് എൽസ് പ്രസൻ്റ് ആയിരിക്കും. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് എൽസ് ജനറേറ്റ് ചെയ്യും. ദെൻ കമ്പാരിസൺ ആണ്. കമ്പാരിസൺ ഈ പറഞ്ഞിരിക്കുന്ന കമ്പാരിസൺസ് ഒക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് തന്നിരിക്കുന്ന കമ്പാരിസൺ ഏതാണെന്ന് മാച്ച് ചെയ്ത് നോക്കും. അപ്പോൾ നമുക്ക് കമ്പാരിസൺ കിട്ടിയത് ഇപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു ആണെങ്കിൽ അത് അതിനെ അവിടെ പേസ്റ്റ് ചെയ്യും ലെക്സീമായിട്ട്. ദെൻ ഐ ഡി എന്ന് പറയുന്നത്, അപ്പോൾ ഇത് നേരത്തെ മുകളിലുള്ളൊരു എക്സാമ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ആ എക്സാമ്പിൾ ഒന്ന് നോക്കാം നമുക്ക്, അപ്പോഴാണ് ഇത് കറക്റ്റായിട്ട് മനസ്സിലാവുക. അപ്പോൾ നമുക്ക് നോക്കാം.
അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് പ്രിന്റ് ഓഫ് ടോട്ടൽ ഈക്വൽ ടു പെർസെൻറ്റേജ് ഡി സ്ലാഷ് എൻ സ്കോർ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ബോത്ത് പ്രിന്റ് ഓഫ് ആൻഡ് സ്കോർ ആർ ലെക്സി മാച്ചിങ് ദ പാറ്റേൺ ഫോർ ടോക്കൺ ഐ ഡി ആൻഡ് ടോട്ടൽ ഈക്വൽ ടു പെർസെൻറ്റേജ് ഡി സ്ലാഷ് എൻ ഇസ് എ ലെക്സി മാച്ചിങ് ലിറ്ററൽ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഐ ഡി കൊടുത്തിരിക്കുന്നത് ഐ ഡി എന്ന് പറയുന്നത് ലെറ്റർ ഫോളോഡ് ബൈ ലെറ്റേഴ്സ് ആൻഡ് ഡിജിറ്റ് ആണ്. അപ്പോൾ പി ഐ എന്നുള്ളതാണ് ഐ ഡി എങ്കിൽ അതുപോലെ തന്നെ സ്കോർ എന്നുള്ളത് ഐ ഡി ആണ്, അതുപോലെ തന്നെ ഡി ടു എന്നുള്ളത് ഐ ഡി ആണ്. ദെൻ നമ്പേഴ്സ് എന്ന് പറയുന്നത് പി ഐൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പറാണ് 3.1459 എന്നുള്ളത്. സ്കോറിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് 0 ആണ്, ഡി ടുവിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് 6.02E23 എന്നുള്ളതാണ്. ദെൻ ലിറ്ററൽ എന്ന് പറയുന്നതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് എനിത്തിങ് ബട്ട് സറൗണ്ടഡ് ബൈ നിങ്ങളുടെ ഡബിൾ കോട്ട്സ് ആണ് ലിറ്ററൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കോർ ഡംപ്ഡ് എന്നുള്ളതാണ് ലിറ്ററൽ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ നോർമലി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോക്കൺസ് ഇതുപോലെ ക്യാപിറ്റലൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ബോൾഡൈസ് ചെയ്തിട്ടാണുള്ളത്. ക്യാപിറ്റലൈസ് അല്ല, ബോൾഡിഫൈ ചെയ്തിട്ടാണുള്ളത്. ദെൻ ക്യാരക്ടർ സ്ട്രീമിനെയാണ് നമ്മൾ പാറ്റേൺ ആയിട്ട് എടുക്കുന്നത്. ആ പാറ്റേണിനെ കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ ലെക്സിക്കൽ അനലൈസ് ചെയ്തിട്ടാണ് ലെക്സീംസ് ജനറേറ്റ് ചെയ്യുന്നത്. ടോക്കണുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ നോക്കിയിട്ടാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ഇക്വേഷൻ എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഇ ഈക്വൽ ടു എം സി സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. ഇ ഈക്വൽ ടു എം സ്റ്റാർ സി സ്ക്വയർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റാർ സ്റ്റാർ 2 എന്നുള്ളത് കൊടുത്തിരിക്കുന്നത്. ഒരു ഫോർട്രാൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദെൻ ഇതിൻ്റെ അകത്തുള്ള ഓരോ ലെക്സീംസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ ടോക്കണിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇതിൻ്റെ അകത്ത് നമ്മൾ ടോക്കണിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ബോൾഡിഫൈ ചെയ്തിട്ടാണ്. ഫസ്റ്റ് ഇ എന്ന് പറയുന്നത് ഒരു ഐ ഡി ആണ് അല്ലേ, അപ്പോൾ അതിനെ ഐ ഡി ആയിട്ട് ഐഡൻറ്റിഫയർ ആയിട്ടാണ് ഐ ഡി എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ പോയിന്റർ ടു സിമ്പിൾ ടേബിൾ എൻട്രി ഇ, അപ്പോൾ ഇ എന്ന് പറയുന്ന സിമ്പിൾ ടേബിളിൽ ഇ എന്ന് പറയുന്ന എൻട്രീനെ ആയിരിക്കും ആ ഐഡൻറ്റിഫയർ പോയിന്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് അസൈൻമെൻറ്റ് ഓപ്പറേഷൻ ആണ്. അതിനെയാണ് നെക്സ്റ്റ് അസൈൻ ഓപ്പ് എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു ഐഡൻറ്റിഫയർ ആണ് എം എന്ന് പറയുന്ന ഐഡൻറ്റിഫയർ. ദെൻ ഐ ഡി ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ മൾട്ടിപ്ലിക്കേഷൻ്റെ ഓപ്പറാൻഡ് ആണിത്, അതാണ് മൾട്ട് ഓപ്പ് എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ സി എന്ന് പറയുന്നത് അഗെയിൻ ഐഡൻറ്റിഫയർ ആണ്. ദെൻ എക്സ്പൊണൻഷ്യൽ, അതായത് സ്ക്വയർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റാർ സ്റ്റാർ കൊടുക്കുന്നത്. അപ്പോൾ എക്സ്പൊണൻഷ്യലിന് വേണ്ടിയിട്ടുള്ള ഓപ്പറേറ്റർ ആണ് സ്റ്റാർ സ്റ്റാർ എന്നുള്ളത്, അതിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് നമ്പർ ആണ്. ഇൻറ്റീജർ വാല്യൂ 2നെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്പർ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ടോക്കൺസിനെ റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, അതുപോലെ ലെക്സിക്കൽ അനലൈസറിൻ്റെ വേറൊരു റോൾ നമ്മൾ പറഞ്ഞതാണ് എറേഴ്സ് ഫൈൻഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇൻ കേസ് നമ്മുടെ കയ്യിലൊരു സോഴ്സ് കോഡ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇതാണ് സോഴ്സ് കോഡ്. FI A ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നുള്ളതാണ് സോഴ്സ് കോഡ്. അപ്പോൾ നോർമലി ലെക്സിക്കൽ അനലൈസർ ഈ സോഴ്സ് കോഡിനെ റീഡ് ചെയ്യും, FIനെ ഫൈൻഡ് ചെയ്യും. FIന് കാണുമ്പം ആദ്യം എഫിനെ റീഡ് ചെയ്യും, ഐനെ റീഡ് ചെയ്യും, ദെൻ അവർ കീവേഡ്സുമായിട്ട് മാച്ച് ചെയ്ത് നോക്കും. അപ്പോൾ FI എന്ന് പറയുന്നൊരു കീവേഡ് മാച്ച് ചെയ്യാൻ വേണ്ടി കിട്ടില്ല. അപ്പോൾ നോർമലി FI എന്ന് പറയുന്ന ഒരു ഐഡൻറ്റിഫയർ ആണെന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, ലെക്സിക്കൽ അനലൈസർ അതിൻ്റെ ലെക്സീംസ് ജനറേറ്റ് ചെയ്ത് വെക്കും. പക്ഷേ പാസറിന് കൊടുക്കുന്ന സമയത്ത് മനസ്സിലാവും ഇതൊരു മിസ്പ്ലേസിങ് ഓഫ് സ്പെല്ലിംഗ് ആണ്. അതായത് ഈഫ് എന്ന് വേണ്ടത് FI മിസ്പ്ലേസ്ഡ് ആണ്, അതായത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് കൊണ്ട് പറ്റിയതാണെന്ന് മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് റിക്കവറി ചെയ്യേണ്ടി വരും. അപ്പോൾ സിംപ്ലക്സ്റ്റ് റിക്കവറി മെത്തേഡ് എന്ന് പറയുന്നത് പാനിക് മോഡ് റിക്കവറി എന്ന് പറയുന്ന റിക്കവറി മെത്തേഡാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്താ ചെയ്യുന്നത് വെച്ചാൽ വി ഡിലീറ്റ് സക്സസീവ് ക്യാരക്ടേഴ്സ് ഫ്രം റിമൈനിങ് ഇൻപുട്ട് അണ്ടിൽ ദ ലെക്സിക്കൽ അനലൈസർ ക്യാൻ ഫൈൻഡ് എ വെൽ ഫോംഡ് ടോക്കൺ അറ്റ് ദ ബിഗിനിങ് ഓഫ് വാട്ട് ഇൻപുട്ട് ഈസ് ലെഫ്റ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ റിമൂവ് ചെയ്തിട്ട്, അതായത് ഇപ്പോൾ ഉള്ള FIനെ റിമൂവ് ചെയ്തിട്ട് പുതിയ ഇൻപുട്ട്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും, അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഒരു ഇൻട്രാക്റ്റീവ് കമ്പ്യൂട്ടിംഗ് എൻവയോൺമെൻറ്റിൽ ഈ മെത്തേഡ്, അതായത് പാനിക് മോഡ് റിക്കവറി മെത്തേഡ് എന്ന് പറയുന്നത് എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡല്ല. അപ്പോൾ അതർ പോസിബിൾ ആയിട്ടുള്ള റിക്കവറി ആക്ഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റത്തെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഡിലീറ്റ് 1 ക്യാരക്ടർ ഫ്രം ദ റിമൈനിങ് ഇൻപുട്ട്. ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഡിലീറ്റ് ചെയ്തിട്ട് അത് കറക്റ്റ് ആവുന്നുണ്ടോ ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇൻസേർട്ട് എ മിസ്സിംഗ് ക്യാരക്ടർ ഇൻ ടു ദ റിമൈനിങ് ഇൻപുട്ട്. ഏതാണോ മിസ്സിംഗ് ക്യാരക്ടർ ഉള്ളത് അത് ഇൻപുട്ടിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നോക്കാം. അല്ലെങ്കിൽ റീപ്ലേസ് എ ക്യാരക്ടർ ബൈ അനദർ ക്യാരക്ടർ. ഉള്ള ഏതെങ്കിലും ക്യാരക്ടറിനെ വേറെ ഏതെങ്കിലും ക്യാരക്ടർ വെച്ച് റീപ്ലേസ് ചെയ്തിട്ട് കറക്റ്റ് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ ട്രാൻസ്പോസ് ടു അഡ്ജസൻറ്റ് ക്യാരക്ടേഴ്സ്. ഇപ്പം നമ്മളെ കേസിലാണെങ്കിൽ FI എന്നാണ് ഉള്ളത്, അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കഴിഞ്ഞാൽ IF എന്നാവും. അപ്പോൾ ഈ IF എന്ന് എഴുതി കഴിഞ്ഞാൽ അത് കറക്റ്റ് ആവും. അപ്പം അങ്ങനെയും നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് പോസിബിൾ ആയിട്ടുള്ള റിക്കവറി മെത്തേഡ്സ് പറയുന്നത്. ഓക്കെ.